Welcome to our Structure of Atom, Section 2, Atomic Models. ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, റൂദർഫോർഡ് സജസ്റ്റഡ് ദ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റൂദർഫോർഡ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ അവതരിപ്പിച്ചത്. ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ദി മോഡൽ. താഴെ പറയുന്നവയാണ് ഈ മോഡലിലെ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ, പോസ്റ്റുലേറ്റ്സ്. ഓരോന്നായിട്ട് നോക്കാം. 1. മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിൻ്റെ മിക്കവാറും ഭാഗം ശൂന്യമാണ്. 2. There is a positively charged nucleus at the center of the atom. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ, കേന്ദ്രത്തിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അടുത്ത പോയിന്റ്, സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലുപ്പം വളരെ വളരെ ചെറുതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരു ഫുട്ബോൾ മൈതാനമാണ് ആറ്റമെങ്കിൽ ആ പന്ത് കിക്ക് ചെയ്യാൻ വയ്ക്കുന്ന സ്ഥലത്തിൻ്റെ അത്രയും വലുപ്പം മാത്രമേ ന്യൂക്ലിയസിനുണ്ടാവൂ. ഈ 3 പോസ്റ്റുലേറ്റും റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലെ കൺക്ലൂഷൻ തന്നെയാണ്. നമ്മൾ പഠിച്ചതാണ് ഈ 3. ഒരു നോട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂ ഒന്ന് നോട്ട് ചെയ്തോളൂ പറ്റുന്ന കുട്ടികൾ. റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁻13 സെൻറ്റിമീറ്റർ. whereas the radius of the atom is of the order of 10⁻⁸ സെൻറ്റിമീറ്റർ. രണ്ടും ചെറുതാണ്, പക്ഷേ ന്യൂക്ലിയസിൻ്റെ വലുപ്പം അല്ലെങ്കിൽ റേഡിയസ് വളരെ വളരെ ചെറുതാണ്. ആറ്റത്തിൻ്റെ റേഡിയസുമായി കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് വളരെ ചെറുതാണ്. ഇപ്പോൾ എൻ്റെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അടുത്ത പോയിന്റ്, all the positive charges and the entire mass of the atom are concentrated in the nucleus. ന്യൂക്ലിയസിലാണ് എല്ലാ പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ന്യൂക്ലിയസിലാണ് പോസിറ്റീവ് ചാർജുകൾ കാണുന്നത്. ആറ്റത്തിൻ്റെ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഓൾ ദി പോസിറ്റീവ് ചാർജസ് ആൻഡ് ദ എൻറ്റയർ മാസ് ഓഫ് ദി ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. ഓക്കെ. The magnitude of the positive charge in the nucleus is different for different atoms. ഓരോ ആറ്റങ്ങളിലും കാണുന്ന പോസിറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസിൽ കാണുന്ന പോസിറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആയിരിക്കും. അടുത്ത പോസ്റ്റുലേറ്റ് നോക്കാം. The mass of the nucleus is due to protons and some other neutral particles called neutrons. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസിന് കാരണം പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് ഉള്ളത്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഭാരത്തിന് കാരണം ആരൊക്കെയാണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. പ്രോട്ടോണുകളുടെ മാസും ന്യൂട്രോണുകളുടെ മാസും ചേർന്നാണ് ന്യൂക്ലിയസിൻ്റെ മാസ് ഉണ്ടാകുന്നത്. ഇനി ഇലക്ട്രോണുകൾ എവിടെയാണ് നോക്കാം. അടുത്ത പോയിന്റ്,
ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ്, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എറൗണ്ട് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന് ചുറ്റും. വിത്ത് വെരി ഹൈ സ്പീഡ്, നല്ല സ്പീഡിലാണ്. ഇൻ സർക്കുലാർ പാത്സ്, വൃത്താകൃതിയിലുള്ള പാതകളിൽ കൂടെ. കോൾഡ് ഓർബിറ്റ്സ്. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ വൃത്താകൃതിയിലുള്ള പാതകളിൽ കൂടി കറങ്ങുന്നു. ഈ പാതകളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്സ്. ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് എറൗണ്ട് ദ ന്യൂക്ലിയസ് വിത്ത് വെരി ഹൈ സ്പീഡ് ഇൻ സർക്കുലാർ പാത്സ് കോൾഡ് ഓർബിറ്റ്സ്. ഇനി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ് നോക്കാം. ഇലക്ട്രോണുകളെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യും. എല്ലാവർക്കും അറിയാം, ഇലക്ട്രോണുകളെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യും. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വീഴില്ല. കാരണം ഇലക്ട്രോൺസിൻ്റെ മേലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനും ബാലൻസ് ചെയ്യും. അതാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ റിവോൾവിംഗ് ഇലക്ട്രോൺസ് ബാലൻസസ്. എന്തിനാണ് ബാലൻസ് ചെയ്യുന്നത്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് പ്രിവെൻറ്റ്സ് ദം ഫ്രം ഫാളിംഗ് ഇൻ ടു ദ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യും, പക്ഷേ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിലേക്ക് വീഴില്ല. കാരണം ഈ അട്രാക്ഷനെ ആര് ബാലൻസ് ചെയ്യും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ബാലൻസ് ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ്. ദ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ബാലൻസ് ദ പോസിറ്റീവ് ചാർജ് ഓൺ ദി ന്യൂക്ലിയസ്. സോ ദ ആറ്റം ആസ് എ ഹോൾ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇലക്ട്രോണുകളുടെ നെഗറ്റീവ് ചാർജ് ആര് ബാലൻസ് ചെയ്യും? ന്യൂക്ലിയസിനുള്ളിലെ പോസിറ്റീവ് ചാർജ് ബാലൻസ് ചെയ്യും. അപ്പം ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും, ആറ്റത്തിന് ചാർജ് ഉണ്ടായിരിക്കില്ല. The negatively charged electrons balance the positive charge on the nucleus. So the atom as a whole is electrically neutral. അടുത്ത പോയിന്റ് നോക്കാം. The electrons revolve around the nucleus. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന്റെ ചുറ്റും കറങ്ങുന്നു. ജസ്റ്റ് ലൈക്ക് ഇതുപോലെ ദ പ്ലാനറ്റ്സ് റിവോൾവ് എറൗണ്ട് ദ സൺ. സൂര്യന് ചുറ്റും മറ്റുള്ള ഗ്രഹങ്ങൾ കറങ്ങുന്ന പോലെ. ഹെൻസ് ദ ന്യൂക്ലിയർ മോഡൽ ഈസ് കോൾഡ് പ്ലാനറ്ററി മോഡൽ ആൻഡ് ദ ഇലക്ട്രോൺസ് ആർ കോൾഡ് പ്ലാനറ്ററി ഇലക്ട്രോൺസ്. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് ഏതുപോലെയാണ്? സൂര്യന് ചുറ്റും മറ്റുള്ള ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെയാണ്. പ്ലാനറ്ററി സിസ്റ്റവുമായിട്ട് സാദൃശ്യമുണ്ട്, സിമിലാരിറ്റി ഉണ്ട്. സോ ദിസ് മോഡൽ ഈസ് നോൺ ആസ് പ്ലാനറ്ററി മോഡൽ ആൻഡ് ദ ഇലക്ട്രോൺസ് ആർ നോൺ ആസ് പ്ലാനറ്ററി ഇലക്ട്രോൺസ്. പ്ലാനറ്ററി ഇലക്ട്രോൺസ് എന്നുള്ള സങ്കല്പം കൊണ്ടുവന്നത് ആര്? റൂദർഫോർഡ്. എനിക്ക് ചോദ്യങ്ങൾ വരും. ഇതൊക്കെയാണ് റൂദർഫോർഡിൻ്റെ മോഡലിലെ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ. ഇനി ഇതിൽ അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. ഡിഫക്ട്സ് ഓഫ് റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ദി ആറ്റം. റൂദർഫോർഡിൻ്റെ മോഡൽ നമ്മൾ റിജക്റ്റ് ചെയ്തു. അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്, ഡീമെറിറ്റ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ് മാത്രം പഠിച്ചാലും മതി. കുറച്ചുകൂടെ പഠിക്കേണ്ട കുട്ടികൾക്ക് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തു. ഒന്നാമത്തെ ഡിഫക്റ്റ്, ദ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. ഈ മോഡലിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അതെങ്ങനെയാണെന്ന് താഴെ പറയാം. കുറച്ചുകൂടെ താല്പര്യമുള്ള കുട്ടികൾ അതുകൂടെ നോക്കണം. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോഡൈനാമിക്സ്. ഫിസിക്സിൽ അങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇലക്ട്രോഡൈനാമിക്സ്. ആൻ ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ such as an electron that revolves around the nucleus would lose energy continuously
ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇതിൻ്റെ ഉപജ്ഞാതാവ് മാക്സ്വെൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. എന്താണെന്ന് പറയാം. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ കറങ്ങുമ്പോൾ, അല്ലേ, റിവോൾവ് ചെയ്യുമ്പോൾ, ഇവിടുത്തെ ചാർജ്ഡ് പാർട്ടിക്കിൾ ഏതാണ്? ഇലക്ട്രോണാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുമ്പോൾ അതിന് എനർജി തുടർച്ചയായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ രൂപത്തിൽ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ചുറ്റും കറങ്ങുമ്പോൾ എനർജി നഷ്ടപ്പെടും എന്നാണ് ഇലക്ട്രോ ഡൈനാമിക്സ് പറയുന്നത്. എനർജി നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വീഴണം. ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വീഴേണ്ടതാണ്, പക്ഷെ ഇത് സംഭവിക്കുന്നില്ല. അപ്പോൾ സ്റ്റെബിലിറ്റി വിശദീകരിക്കാൻ ഈ മോഡലിന് കഴിഞ്ഞില്ല. ആസ് എ റിസൾട്ട് ദ ഇലക്ട്രോൺ മൂവ്സ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദ ന്യൂക്ലിയസ് ആൻഡ് വുഡ് ഫൈനലി fall into the nucleus following a spiral path. അല്ലേ, സ്പൈറലായിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വീഴണം. ദിസ് നെവർ ഹാപ്പൻസ്. സോ ദ തിയറി ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. അപ്പം ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി വിശദീകരിക്കാൻ ഈ മോഡലിന് കഴിയില്ല. ഒന്നുകൂടെ വായിക്കാം. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോഡൈനാമിക്സ്, an accelerated charged particle such as an electron that revolves around the nucleus would lose energy continuously in the form of electromagnetic radiation. As a result, the electron moves closer and closer to the nucleus and would finally fall into the nucleus following a spiral path. This never happens. So the theory fails to explain the stability of the atom. Atom എന്ന് എഴുതിയാൽ stability of the atom. ഇതാണ് ഇതിൻ്റെ വിശദീകരണം. ഈ പോയിന്റ് മാത്രമേ പഠിക്കേണ്ടൂ. കുറച്ചുകൂടെ താല്പര്യമുള്ള കുട്ടികൾ ഈ ഭാഗം നന്നായി വായിച്ചു നോക്കുക. എങ്ങനെയാണ് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ വരുന്നത് എന്നുള്ളതാണ്. ഒരു ചാർജർ പാർട്ടിക്കിൾ കറങ്ങുമ്പോൾ എനർജി നഷ്ടപ്പെടും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ രൂപത്തിൽ. അപ്പോൾ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ എനർജി നഷ്ടപ്പെട്ട് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് സ്പൈറലായിട്ട് കറങ്ങി കറങ്ങി വീഴേണ്ടതാണ്. ഇത് സംഭവിക്കുന്നില്ല. ഇതിൻ്റെ വിശദീകരണം റൂദർഫോർഡ് മോഡൽ തരുന്നില്ല. അതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് പഠിച്ചു വയ്ക്കുക. ദ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. അതിൻ്റെ വിശദീകരണമാണ് ഇത്. അടുത്ത ഡിഫക്റ്റ് നോക്കാം. അതിന് മുന്നേ ഒരു പോയിന്റും കൂടെ പറയാം. ഇലക്ട്രോൺസ് കറങ്ങുന്നില്ല എന്ന് കരുതുക. സ്റ്റേഷനറി ആണെന്ന് കരുതുക. ഇലക്ട്രോൺ കറങ്ങാതെ വന്നാൽ ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും. ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വീഴും. അത് തോംസൺ മോഡൽ പോലെയാണ്. ഇതും സംഭവിക്കുന്നില്ല, നമുക്കറിയാം. ഇഫ് ദ ഇലക്ട്രോൺസ് ആർ സ്റ്റേഷനറി, ദ ന്യൂക്ലിയസ് വിൽ പുൾ ഇലക്ട്രോൺസ് and the model will be like Thomson's model of the atom. അപ്പോൾ ഇലക്ട്രോൺസ് കറങ്ങുന്നില്ല എന്നൊരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അതും ശരിയല്ല. കാരണം കറങ്ങുന്നില്ലെങ്കിൽ റൂദർഫോർഡ് മോഡൽ എന്ത് മോഡലായിട്ട് മാറും? തോംസൺ മോഡലായിട്ട് മാറും. അപ്പോൾ യാതൊരു തരത്തിലും സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇത് ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. അഡീഷണൽ പോയിന്റുകൾ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. ദ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ലൈൻ സ്പെക്ട്ര ഓഫ് എലമെൻറ്റ്സ്. നമ്മൾ പിന്നീട് പഠിക്കും. എലമെൻസിൻ്റെ സ്പെക്ട്ര കിട്ടുന്നത് ലൈൻ സ്പെക്ട്രയായിട്ടാണ്. ഈ ലൈൻ സ്പെക്ട്ര എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വിശദീകരിക്കാൻ റൂദർഫോർഡ് മോഡലിന് കഴിയില്ല. അപ്പം ലൈൻ സ്പെക്ട്ര വിശദീകരിക്കാൻ കഴിയില്ല. ഹൈഡ്രജൻ H2 അതിൻ്റെ സ്പെക്ട്രം ലൈൻ സ്പെക്ട്രമാണ്. ഇതെങ്ങനെ രൂപം കൊള്ളുന്നു എന്ന് വിശദീകരിക്കാൻ റൂദർഫോർഡ് മോഡലിന് കഴിയില്ല. അതുകൊണ്ട് ഈ പോയിന്റ് പഠിച്ചു വയ്ക്കും. ഓക്കെ, അഡീഷണൽ പോയിന്റ്സ് ഉണ്ട്. ദ മോഡൽ ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ലൈൻ സ്പെക്ട്ര ഓഫ് എലമെൻറ്റ്സ്. അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. അക്കോർഡിംഗ് ടു ദ മോഡൽ,
if the electrons were to lose energy continuously, the atomic spectrum of hydrogen would have been continuous. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എനർജി തുടർച്ചയായിട്ട് നഷ്ടപ്പെടും. അങ്ങനെ തുടർച്ചയായിട്ട് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറ്റോമിക് സ്പെക്ട്രം കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും, ലൈൻ സ്പെക്ട്രം ആയിരിക്കില്ല. ഇതുകൊണ്ടാണ് റൂദർഫോർഡ് മോഡലിന് ലൈൻ സ്പെക്ട്രം വിശദീകരിക്കാൻ കഴിയാതെ വന്നത്. ഈ ഭാഗം കുറച്ചുകൂടെ താല്പര്യമുള്ള കുട്ടികൾ നോക്കിയാലും മതി. ഈ മെയിൻ പോയിന്റ് പഠിച്ചു വയ്ക്കും. ഈ മോഡലിന് ലൈൻ സ്പെക്ട്ര വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഒരു ഡിഫക്റ്റും കൂടെ പറയാം. ദ തിയറി കനോട്ട് എക്സ്പ്ലെയിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നൊന്നും റൂദർഫോർഡ് മോഡൽ പറയുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടും 3 ഡിഫക്റ്റുകളാണ്. ഒന്ന്, ദ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. ദ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. ദ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. 2, ഏതാണ്? ദ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ലൈൻ സ്പെക്ട്ര ഓഫ് എലമെന്റ്സ്. ദ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ഏത്? ലൈൻ സ്പെക്ട്ര ഓഫ് എലമെന്റ്സ്. 3, ദ തിയറി കനോട്ട് എക്സ്പ്ലെയിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. 3 ഏതാണ്? ദ തിയറി കനോട്ട് എക്സ്പ്ലെയിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. അപ്പോൾ ഈ 3 പോയിന്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൻ്റെ വിശദീകരണം കഴിവുള്ള കുട്ടികൾ പഠിക്കണം. നോട്ട് മുഴുവനായിട്ടും എഴുതിയെടുക്കണം. ഓക്കെ, അങ്ങനെ റൂദർഫോർഡ് മോഡൽ തീർന്നു. ബാക്കി അടുത്ത ക്ലാസ്.